പ്രിയമുള്ളവരെ, നമ്മൾ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോ കാണിക്കുന്നത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ താഴെ സെർച്ച് എന്നുള്ള ഈ ഓപ്ഷനിൽ വരുന്നു. ഇവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഒതൻറ്റിക്കേറ്റർ എന്നുള്ളതിൻ്റെ AUTH എന്നൊക്കെ അടിക്കുമ്പോഴേക്കും താഴെ വരും ഒതൻറ്റിക്കേറ്റർ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ചിഹ്നമുള്ളത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിന് ഇവിടെ കൊടുത്തു, ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തു. അതോടുകൂടി ആപ്പ് ഇൻസ്റ്റാൾ ആകും. ഇപ്പോൾ ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ഏത് ഇമെയിൽ ID ആണ് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇമെയിൽ ID ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ തൽക്കാലം ഒന്നാമത്തെ തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇനി കണ്ടിന്യൂ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ആഡ് എ കോഡ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കീ കൊടുത്തുകൊണ്ടോ നമുക്കിവിടെ ഇതിനെ സെറ്റപ്പ് ചെയ്യാം. മിനിമൈസ് ചെയ്തു, ഗൂഗിൾ ക്രോം എടുത്തു. ഇവിടെ നമ്മൾ ലോങ് ഏഷ്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ലോഗിൻ ചെയ്യാനുള്ള ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്തു. ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പേജിലാണ് എത്തിച്ചേരുന്നത്. ഇത് നമുക്ക് ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒതൻറ്റിക്കേഷൻ നടത്തണം. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 രീതിയിൽ നമുക്കിതിനെ ഒതൻറ്റിക്കേറ്റർ എനേബിൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ഇതിന് താഴെ കാണുന്ന ഈ മാനുവൽ കീ എന്നുള്ള ഇത് കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ഷൻ കിട്ടും. നമുക്ക് കോപ്പി ചെയ്യാനൊക്കെ പറ്റും. എൻ്റർ എ സെറ്റപ്പ് കീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് നെയിം നമുക്കിവിടെ നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വേറൊരാളുടെ അക്കൗണ്ടാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പേര് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ABC എന്നുള്ള ഒരാളുടെ അക്കൗണ്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ലോങ് ഏഷ്യ ABC എന്ന് കൊടുക്കാവുന്നതാണ്. ഇനി കീ എന്നുള്ളിടത്ത് നമ്മളിവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ടൈം ബേസ്ഡ് എന്നുള്ളതിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ. എന്നിട്ട് ഓക്കെ അടിച്ചു കൊടുക്കുന്നു, ആഡ് അടിക്കുന്നു. കണ്ടോ, ഇപ്പോൾ ലോങ് ഏഷ്യയുടെ നമ്മുടെ ഒതൻറ്റിക്കേഷൻ പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ കോഡ് ഇവിടുന്ന് ഈ ടൈം ഇവിടെ ഓടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. ഈ ടൈം ഓടുന്നത് തീരുന്നതിന് മുന്നേ വേണം നമ്മുടെ ഇത് കോപ്പി ചെയ്ത് ഇതിൻ്റെ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ടൈം തീരാറായി. ഇനി നമുക്ക് അടുത്തൊരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ സൈറ്റിലേക്ക് പോകണം. സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ OTP എന്നുള്ളടുത്ത് അത് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് വെരിഫൈ കൊടുക്കുന്നു. അതോട് കൂടിയിട്ട് ആ അക്കൗണ്ട് ഓപ്പൺ ആയി. ഇതാണ് നമ്മൾ ചെയ്യേണ്ട രീതി. ഓക്കെ, താങ്ക് യു.